സ്വപ്നമതാലസ നിമിഷങ്ങൾ വാടരുതേ മധുനിറയും പൂക്കൾ. ഓ എന്താ ചൂടത്ത് ഞാൻ എന്തായാലും ആദ്യം കുറച്ച് നോക്ക്. നല്ല ഒന്നാന്തര ഇളനീരാട്ടോ, കുറച്ച് കുടിക്കട്ടെ. ഇളനീര് കണ്ടപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ പറയുകയാണ്, ഇത് പ്രൊഡ്യൂസർക്ക് കൊണ്ടുവന്നതാണോ ഷൂട്ടിന് ദാഹം ഇല്ലാതിരിക്കാനായിട്ട്, ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. ഇത് ക്ഷീണത്തിന് മാത്രമല്ല, ദാഹത്തിന് മാത്രമല്ല, ഇത് നമ്മുടെ ചർമ്മം സംരക്ഷിക്കാൻ ഉത്തമമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണെന്ന് എത്ര പേർക്കറിയാം. ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ദുബായിലായിരുന്നു. ദുബായിൽ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്. ബട്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അറിയാമല്ലോ, നോർമലി നല്ല ചൂടുള്ള മരുഭൂമി സ്ഥലത്ത് അതിൻ്റെയൊക്കെ സൈഡുകളിലൊക്കെ ആയിരുന്നു ഷൂട്ടിങ്. അപ്പം നമ്മൾ ആർട്ടിസ്റ്റുകൾ വെയിൽ കൊള്ളുന്നു, നമ്മൾ മാത്രം കുട പിടിച്ച് നിൽക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം നമ്മൾ ആർട്ടിസ്റ്റിന് ടച്ചപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് പോകും വരികയൊക്കെ ചെയ്യും. അങ്ങനെ എൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തും മുഖത്തൊക്കെ ചെറുതായിട്ട് കുരുകുരാന്ന് തരിതരിപ്പ് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ ഇങ്ങനെ ആലോചിച്ചു. ഈശ്വര, അത് വന്നു പോയി. ഇനിയിപ്പോൾ ഷൂട്ട് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇതിനും വേറെ മാർഗ്ഗമൊന്നുമില്ല. വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ പിന്നെയും ഇങ്ങനെ തരിപ്പ് വന്നു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു, പണ്ട് എൻ്റെ അമ്മ ഇങ്ങനെ ഈ ചൂടുകുരുവൊക്കെ വരുമ്പം ഇളനീര് വീട്ടിൽ നിന്ന് നാളികേരം ഇട്ടിട്ട് അതിൻ്റെ തേങ്ങാവെള്ളം എടുത്ത് നമ്മുടെ മുഖത്തെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. ബോഡിയിലെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. അപ്പോൾ ഒരു 2-3 ദിവസം അത് ആവർത്തിക്കുമ്പോൾ ആ ചൂടുകുരു ശരിക്കും അങ്ങ് പോകുന്ന കാണാം. അപ്പം ഞാനപ്പോൾ ഇതുകൊണ്ട് നാട്ടിൽ വന്നതിന് ശേഷം ചെറിയൊരു പാക്കൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ആ പാക്കിൻ്റെ ഒരു റിസൾട്ട് നല്ല ഇതാണ്. നോക്കൂ, നത്തിങ് ഹാവ്. എൻ്റെ മുഖത്ത് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ലിപ്സ്റ്റിക്കും ഐബ്രോസും മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല. ക്ലീൻ. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് വേറൊരു സൈഡ് സത്യം. ബട്ട് ഈ മുഖത്തുണ്ടായിരുന്ന ചെറിയ ആ ഒരു തരിതരിപ്പും കുരിപ്പും ഒക്കെ അങ്ങോട്ട് മാറി നല്ല ക്ലീനായി. സ്കിന്ന് കുറച്ചും കൂടി മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടി. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഇത് കാണുന്ന പലരും പറയും ഇത് കഴിക്കാനുള്ളതല്ലേ, എന്തിനാണിത് വെറുതെ വേസ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ അഹങ്കാരമാണെന്ന്. സത്യമായിട്ടും പണ്ട് പുരാതന കാലം മുതൽ ഇതൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ നടന്നു വരുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ മാത്രമല്ല, നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കാനും കൂടി നല്ലതാണ്. അപ്പോൾ അത് വെറുതെ കളയുന്നതല്ല. എനിവേ, എന്തായാലും കാര്യത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ ഒരു നല്ലൊരു പ്രോഡക്റ്റ് റെഡിയാക്കാൻ പോവുകയാണ്. ഇളനീരെടുത്ത് ഇത്തിരി കൂടി ഞാൻ കുടിക്കട്ടെ, നല്ല ക്ഷീണം. ഓക്കെ, ഇളനീരെടുത്തു. ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി. അറിയാമല്ലോ, മഞ്ഞൾപ്പൊടി നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡിസീസുകളെ ഒഴിവാക്കി ആൻറ്റി ഓക്സിഡൻ്റാണ്. ഇളനീര് നമ്മുടെ മുഖത്തെ ചർമ്മത്തിൽ മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് മുഖത്ത് ജലാംശം നിലനിർത്തുന്നതാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല 2 പ്രോഡക്റ്റുകളാണ്. ഇതിനകത്ത് നമ്മുടെ സ്കിന്നിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് നമുക്കിതിനകത്തേക്ക് വാൾനട്ട് മിക്സ് ചെയ്ത് കയറ്റാം, അതുപോലെ തന്നെ അലോവേര ഇടാം ഇതിനകത്തേക്ക്, അല്ലെങ്കിൽ കടലമാവ് ഇടാം, തൈരിടാം. എന്ത് തന്നെ ഇട്ടാലും ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇളനീര് തന്നെ ആയിരിക്കും. ഓക്കെ, റെഡി. ഇളനീരും മഞ്ഞപ്പൊടിയും കൊണ്ടൊരു ഫേസ് പാക്ക്. ഓക്കെ, യാതൊരുവിധ അലർജികളും ഉണ്ടാകില്ല. നിങ്ങൾക്ക് 100% വിശ്വസിച്ച് ചെയ്യാവുന്നതാണ്. യാതൊരുവിധ പാർശ്വഫലങ്ങളോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകില്ല. നിങ്ങൾ ഈ നാളികേരത്തിൻ്റെ വെള്ളം മാത്രം, ഇളനീര് മാത്രം മുഖത്തിട്ട് മസാജ് ചെയ്തിട്ട് കുളിക്കുന്ന സമയത്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ പോലും നല്ല റിസൾട്ട് കിട്ടും നിങ്ങളുടെ മുഖത്ത്. പക്ഷേ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ കിട്ടുന്ന റിസൾട്ടല്ല, പെട്ടെന്ന് കിട്ടുന്ന റിസൾട്ടല്ല. 2-3 ദിവസമൊക്കെ നമ്മളിത് ട്രൈ ചെയ്യണം. അറ്റ്ലീസ്റ്റ് വീക്കിലി 2 ടൈമെങ്കിലും നമ്മളിത് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ. എനിവേ, നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്യണം.
നല്ല ഒന്നാന്തരം ഒരു പ്രോഡക്റ്റാണ്. പാക്കിട്ട് അതിന് ശേഷം വീണ്ടും നമ്മൾ വെയിലൊക്കെ കൊണ്ടതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം. നമ്മൾ ഇതുപോലത്തെ ഒരു ഇളനീര് ഉണ്ടെങ്കിൽ കുറച്ചെടുത്ത് കുടിക്കുക, കുറച്ചെടുത്ത് നമ്മുടെ മുഖത്ത് നന്നായിട്ട്, മുഖത്തും കഴുത്തിലും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് മുഖം ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ടിരിക്കും. ഓക്കെ, ഇനി ഒരു 10-15 മിനിറ്റ് ഇത് വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. നല്ല ഫേസിന് നല്ല കൂളിംഗ് ആയിരിക്കും. ഫേസ് വരണ്ട് പോകുന്ന ആ ഒരു ഫീല് നമുക്ക് വരാറില്ല, അതൊന്നും ഉണ്ടാവില്ല. ഫേസ് നല്ല കൂളിംഗ് കിട്ടും. അത് നമ്മൾ ഒറ്റ ദിവസം കൊണ്ടോ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഡെയിലി ഇതൊരു റൊട്ടീൻ പോലെ, ഇതിനകത്ത് വേറെ ഒന്നും മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇളനീര് മാത്രം ഇട്ട് മുഖം വാഷ് ചെയ്താൽ മാത്രം മതിയാകും. അപ്പം ഇതാണ് സംഭവം. ഇളനീരും ജസ്റ്റ് മഞ്ഞപ്പൊടി ഇഷ്ടമല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞതുപോലെ വാൾനട്ട് അല്ലെങ്കിൽ ബദാം ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്തേക്ക് മിക്സ് ചെയ്യാം. പക്ഷേ ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് ഇളനീര് തന്നെയാണ്. നമുക്ക് ഫേസ് നല്ല ക്ലീൻ ആവും. ഇതൊരു 1 ടൈം ചെയ്തത് കൊണ്ട് ഇങ്ങനെ. ബട്ട് ഇത് ചെയ്തങ്ങ് വിടരുത്. കഴിവതും നിങ്ങളൊരു 2-3 പ്രാവശ്യമെങ്കിലും ഇത് ചെയ്താൽ മാത്രം, വീക്കിലി 2-3 ടൈമെങ്കിലും നമ്മളിത് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് കുറച്ചും കൂടി നല്ല ഗ്ലോയിൽ വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിക്കുക. ഇത് വെറുതെ ചെയ്യുന്ന ഒരു ടിപ്സൊന്നുമല്ല. നിങ്ങൾ ചില പ്രേക്ഷകർ വന്നിട്ട് പറയും ഇതൊക്കെ വെറുതെയാണ്, പറ്റിക്കലാണെന്നൊക്കെയാണ്. എനിക്ക് 101% ഞാൻ പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് ഇത് ഫോളോ അപ്പ് ചെയ്യാമെന്ന് മാത്രം. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും ബഹുജനം പലവിധം. താങ്ക് യു സോ മച്ച്. അപ്പം മറ്റൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരയ്ക്കും ടാറ്റാ ബൈ.